നമ്മൾ കുറച്ച് ചേമ്പിൻ്റെ വിത്ത് നടാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചേമ്പിൻ്റെ വിത്ത് നടുന്നതിൻ്റെ മുമ്പ് വാമ് എന്ന ഒരു ജീവാണു വളത്തിൽ അരമണിക്കൂർ മുക്കി വെച്ച ശേഷം നടുന്നത് നല്ലതാണ്. വാമ് എന്ന് പറഞ്ഞാൽ മൈക്കോറിസ, VA മൈക്കോറിസ, അതായത് ഫോസ്ഫറസും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളും ചേർന്ന ജീവാണു വളമാണ് വാമ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആപ്ടെക് കമ്പനി ഇറക്കിയ ആ വാമാണുള്ളത്. 1 കിലോന് 160 രൂപയാണ് വില. ഇതിപ്പോൾ നമുക്ക് ഇതെങ്ങനെ മുക്കി വെച്ചാൽ നമ്മളിവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ആ 1.5 ലിറ്റർ വെള്ളത്തേക്ക് 100 ഗ്രാം, ഇതാണ് നമ്മുടെ വാമ്, ഇത് എടുത്ത് വെച്ചതാണ്. 100 ഗ്രാം വാമ് വെള്ളത്തിലേക്ക് ചേർക്കുക. ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ചേമ്പിൻ്റെ വാട്ടം അല്ലെങ്കിൽ കുരുടിപ്പ് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ വേര് വളർച്ച മറ്റുള്ള ചേമ്പിനുള്ള ഏറ്റവും നല്ല ഒരു ജീവാണു വളമാണ്. എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. ഇത് നമ്മളിവിടെ എടുത്ത് വെച്ച് ചെറിയ ഐറ്റം ചേമ്പാണ് കേട്ടോ. വലിയ വിത്ത് തിരഞ്ഞെടുക്കുന്നില്ലാതെ നല്ലൊരു മീഡിയം ഐറ്റം ചേമ്പിൻ്റെ വിത്ത് തിരഞ്ഞെടുക്കുക. ഇതാകുമ്പോൾ 1 കിലോയിൽ 10 പീസ് 12 പീസൊക്കെ നമുക്ക് നടാൻ കിട്ടും. ഇതൊക്കെ ഉണ്ടോ, ചെറിയതാണ്. ഒരു 60 ഗ്രാം 70 ഗ്രാമേ ഉള്ളൂ. നല്ല വണ്ണമുണ്ട്. ഇവിടുന്നാണ് മുകുളങ്ങൾ വരുന്ന ആ ഒരു സ്ഥലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും മതിയാകും ഒരു ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വലിയ വിത്ത് തിരഞ്ഞെടുക്കുന്നില്ലാതെ നല്ലത് ചെറിയ ഐറ്റം ഉരുണ്ടത് ചെറിയ ഐറ്റം തിരഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇവനെ അരമണിക്കൂറോളം ഇത് കുറച്ചിവിടെ മുക്കി വെച്ചിട്ടുണ്ട്. അരമണിക്കൂറോളം ഇതിൽ തന്നെ കിടന്നതിന് ശേഷം വാരിയിട്ട് തണലത്ത് വെക്കുക. ഒരു ദിവസം കഴിഞ്ഞിട്ട് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴേക്കും ഇതിൻ്റെ ഒരു മുകുളം പുറത്തോട്ട് വരാനുള്ള ഒരു നനവൊക്കെ തട്ടുമ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിന് ശേഷം നട്ടാൽ മതി. തണലത്ത് വെക്കണം, വെയിലത്ത് വെക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ വാമ് ചെയ്തിട്ട്. എങ്ങനെയായാലും അതിനൊരു നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ ജീവാണു വളം ഇതിൻ്റെ വേരിനും മറ്റു എല്ലാ കാര്യങ്ങൾക്കും ഫോസ്ഫറസ് മറ്റ് വളങ്ങളൊക്കെ വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഓക്കെ, താങ്ക് യു.